സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി. നീരാജനം കഴിഞ്ഞാൽ സോൾട്ടഡ്, അതായത് ലവണ ഉടമ്പടിയായി നീരാഞ്ജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഇതിന് കവനന്റ് ഓഫ് ദി സാൾട്ട് എന്നാ പറയണത്, ഉപ്പിന്റെ ഉടമ്പടിയാണ്. ഉടമ്പടിയെന്ന് നമുക്ക് നിങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉപ്പൊക്കെ വെച്ചിട്ട് കൊടുക്കും. അതല്ല കൃപാസന ഉടമ്പടി ഉപ്പാണ് തരണത്. ഉടമ്പടി ഉപ്പ് എന്ന് പറയുന്നത് ഈ സംഖ്യ 18 വായിച്ച് നീരാജനം ചെയ്ത നീരാജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവണലിപ്തമായ ഉപ്പ് തളിച്ചതെന്ന് എൻ്റെ അർത്ഥം. നെഞ്ചും വലത്തെ കാൽക്കുറകും പോലെ, അതായത് ബലിവസ്തുവിനെ കുറിച്ച് പറയണ ആടിനെ കുറിച്ച്, ബലിയർപ്പിക്കപ്പെട്ട ആടിനെ ആടിന്റെ നെഞ്ചും ഉപ്പ് തളിക്കും. പിന്നെന്താണ്? വലത്തെ കാൽക്കുറകും പോലെ വലത്തെ കാലത്തുടെയും ഉപ്പ് തളിക്കും. പറ. അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ്. ആർക്കാണ്? ലേവിയർക്ക്, പുരോഹിതന്മാർക്ക്. പറ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി ഉപ്പ് തളിച്ചതായിട്ട് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലേവ്യ പുരോഹിതന്മാർക്ക് ഇപ്പം ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളില്ലേ, ഇപ്പം മോശ ഇവർ വാഗ്ദാന നാട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും വാഗ്ദാന നാടിൻ്റെ 12 ഭാഗങ്ങളെ 11 ഭാഗങ്ങളെയും ഭാഗിച്ച് യൂദയ ഒരാൾക്ക്, സമറിയ ഒരാൾക്ക്, ഇങ്ങനെ ഭാഗിച്ച് കൊടുത്തു. അതാണ് ഇയാൾ വിടാത്തതിൻ്റെ കാര്യമേ. ഈ നെഥന്യാഹു ഈ യുദ്ധം നടക്കണില്ലേ, നെഥന്യാഹു ചുട്ടക്ക് വിടാത്തതിൻ്റെ കാര്യം അയാൾക്ക് ആ ഇസ്രായേൽ ഗോത്രത്തിന് ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. അയാൾ സിറിയയിൽ പോയി നിൽക്കണ എന്താ ഇപ്പം പോയി സിറിയയിൽ നിൽക്കണില്ലേ? സിറിയയിൽ ഇസ്രായേൽ പള്ളാൻ കയറിയിട്ട് അത് ഇതുപോലെ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ ഒരു ഓഹരിയായിരുന്നു പണ്ടത്തെ. അവരെ തല്ലി ഓടിച്ചു, റോമക്കാർ തല്ലി ഓടിച്ചപ്പോൾ ഇവർ കയറി, അറബികൾ അവിടെ കയറി ഇൻവൈറ്റ് ചെയ്തിട്ട് പിന്നീട് ഇവനോടെ കാലത്ത് 1948 ഇവർക്ക് ചെറിയൊരു പോർഷൻ അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ് അവിടെ. പക്ഷേ അവിടെ മനസ്സിലിരിക്കുന്നത് ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന അവരുടെ പോർഷനാണ് അവിടെ മനസ്സിൽ. അതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയണത്. ഇന്നത്തെ കാലത്ത് ഇത് മാത്രം വില പോകുമെന്ന് നമുക്കറിയത്തില്ല, രക്തരൂഷിതമായ ഒരു സബ്ജക്റ്റാണത്. പക്ഷേ എനിവേ ഇങ്ങനൊരു ചരിത്രം ഉണ്ട് അതിന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ദൈവം ഇങ്ങനെ ഓരോരുത്തർക്കും ഈ ജോഷുവയിലൂടെ എല്ലാം ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ലേവ്യരോട് പറഞ്ഞ്, അഹറോൻ എന്ന് പറയുന്ന പുരോഹിതൻ അയാളാണല്ല, അതൊരു ഗണമാണ്, അതൊരു വംശമാണ്. പറഞ്ഞു നിനക്ക് ഇസ്രായേലിൽ ഓഹരിയില്ലെന്ന് പറഞ്ഞു. ഇസ്രായേൽ നിനക്ക് ഓഹരിയില്ല. അപ്പം അഹറോന് ഒരു സങ്കടവുമില്ല. എന്താ പറയണത്? ഞാനാണ് നിൻ്റെ ഓഹരിയെന്ന്. ഹല്ലേലൂയ. സംഖ്യ 18:20 കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. മെറിറ്റ് ഇല്ലെന്നായി പറയണത്. മെറിറ്റ് ഇല്ല, അവകാശമായി ഇല്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. അതുകൊണ്ട്
ഈ ലേവായർക്ക് പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ച് സ്ഥലമില്ല. എന്താണ്? കർത്താവ് തന്നെയാണ് അവരുടെ ഓഹരി. അതുകൊണ്ട് കർത്താവിന് കൊടുക്കുന്നതെല്ലാം അവരുടേതാകും. അതുകൊണ്ടാണ് ഉപ്പ്, നെഞ്ചിൽ ഉപ്പ് തളിക്കും, തൊടയിൽ ഉപ്പ് തളിച്ചും അത് അവർക്ക് അവർ ബലിയർപ്പിച്ചതിന് ശേഷം ആ ഭാഗം അവർക്ക് കൊടുക്കും. എന്താ കാര്യം? അത് കർത്താവിൻ്റെതാണ്. ഉപ്പ് തളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് കർത്താവിൻ്റെതാണെന്നാണ്. അതാണ് മിനി കൊണ്ട്. അത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ഉപ്പ് ഇങ്ങനെ കിലോ കണക്കിന് മഴിച്ചിട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ്. ഇങ്ങനെ വാരിക്കോരിക്കൊണ്ട് പോകണമല്ല ഉപ്പ്. അത് ഒരു ഡെപ്പി ഇരുന്നാൽ മതി. പക്ഷെ ചെയ്യണവന് എൻ്റെ ചെയ്യണ രീതി അറിയണം. അതിൻ്റെ പിന്നിലുള്ള ബൈബിൾ സത്യങ്ങൾ അറിയണം. അതൊരു ആപ്ലിക്കേഷൻസാണ്. എന്താണ്? എനിക്ക് ഓഹരിയില്ല, എനിക്ക് അവകാശമില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ അവകാശം ഞാൻ അടിയറവ് വെച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ അവകാശം. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് കൊണ്ട് ഉപ്പ്. അപ്പോൾ വിപിനെ സംബന്ധിച്ചിടത്തോളം വിപിൻ ഡോക്ടർ എന്ത് ചെയ്യും? തീർന്നു പോകാൻ ജീവിതം തീരുകയാണ്. അതുകൊണ്ട് ചെയ്യും എൻ്റെ പ്രൊഫഷൻസി, എൻ്റെ പ്രൊഫഷൻഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് ഞാൻ അടിയറ വെക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അവിടെ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെയ്ത് തൂളും. എന്താണ്? കർത്താവാണ് എൻ്റെ അവകാശം. അകത്ത് കയറുമ്പോൾ ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് ഇരിക്കുകയാണ്. അപ്പോൾ അവർ 5 ചോദ്യങ്ങൾ ഉണ്ട്. അതിൽ ഒരാളുടെ ചോദ്യം ചോദിക്കും, അത് അറ്റൻഡ് ചെയ്യും. അങ്ങനെ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം, ബിബിൻ കയറുമ്പോൾ തന്നെ അവരവരുടെ പൊസിഷൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. 5 ചോദ്യവും ഓരോ ചോദ്യമാണ്. അത് ഏതെങ്കിലും ഒരു ചോദ്യം തോറ്റു കഴിഞ്ഞാൽ 5ഉം തോറ്റതുപോലെ കണക്കാക്കും. അതാണ് പ്രശ്നം. കാര്യം ഇത് ICUയിൽ കിടക്കുന്ന ജീവനുമായിട്ടുള്ള അവസാന പോരാട്ടമല്ലേ. അതിന് കൃത്യമായിട്ട് ടെക്നിക്കലായിട്ടുള്ള നോളജ് അറിയണം, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അറിയണം. ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ കേസാവും, പിന്നെ ഇയാൾക്ക് അവിടെ പോരാൻ ഇയാൾ അകത്തായി പോകും. അതാണ് വിഷയം. നിസ്സാരമല്ല. വിദേശത്തൊക്കെ ഉള്ള ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല ശരിക്കും. അതുകൊണ്ടാണ് അവർ ആൾക്കാരെ കാണാൻ കൂട്ടാക്കാത്ത പല കാര്യങ്ങളും. എല്ലാം എഴുതി മേടിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. അതിന് ജീവിതം പോകും. അവരെ കേസ് കൊടുക്കാൻ വേണ്ടി വക്കീലുമാരുടെ ഒരു പട തന്നെ നടക്കും ഡോക്ടർമാർക്കെതിരെ. പൈസ കിട്ടുന്ന ചിലപ്പോൾ ഇൻഷുറൻസ് ഉള്ള കാരണം ഇൻഷുറൻസിലാണല്ല ഇതെല്ലാം പോണത് അവിടെ. അത് കാരണം ഇതിങ്ങനെയുള്ള എല്ലാം ഒരു പണികളൊക്കെ നടക്കും അവിടെ. അപ്പം അതുകൊണ്ട് ഇവരകത്ത് കയറി കഴിഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു 5 ചോദ്യമുണ്ട്. ഓരോ ചോദ്യവും ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യം അങ്ങനെ ചോദിച്ച് 4ഉം പറഞ്ഞാലും 5ാമത്തെ പറഞ്ഞില്ലേ ഔട്ടാവുമെന്ന് പറഞ്ഞു. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ 4 ഇവൻ ചെയ്യും. 5ാമത്തെ ചോദ്യം വരുമ്പോൾ അവിടെ 5ാമത്തെ ചോദ്യം, ഇപ്പോൾ ഒരു ഡെത്ത് ലൈനിൽ കിടക്കുന്ന കുട്ടിയാണ്. ഡോക്ടറുടെ തീരുമാനമാണ് അതിനെ റിലീവ് ചെയ്യുകയോ അതിനെ കൊല്ലുകയോ ചെയ്യേണ്ടത്. അങ്ങനെ സിറ്റുവേഷൻസ് വന്നാൽ ഈ രാജ്യത്തിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചു. ഇയാളിതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ രാജ്യത്തെ നിയമം ഇയാൾക്ക് അറിയത്തില്ല. ഒരു കൊച്ചിന് ICU നമ്മൾ വെന്റിലേറ്റർ മാറ്റുന്നില്ലേ, ആ ഡെത്ത് ടൈമിൽ കിടക്കുമ്പോൾ വെന്റിലേറ്റർ മാറ്റണമെങ്കിൽ ആ രാജ്യത്തിനൊരു നിയമമുണ്ട് മലേഷ്യക്ക്. അതെന്താണെന്ന് ചോദിച്ച് ആ രാജ്യം ഇതെല്ലാം പഠിച്ച് ടെക്നിക്കലായിട്ട് എല്ലാം അറിയാം. പക്ഷേ ആ ലോക്കൽ കൺട്രിയുടെ നിയമങ്ങൾ അറിയത്തില്ല. അപ്പോൾ പോയി സങ്കടം തീർന്നു, ജീവിതം തീർന്നു. പഠിച്ചതെല്ലാം പോയി. 4 പറഞ്ഞാണ്, 5ാമത്തെ പറയാൻ അറിയത്തില്ല. അവിടുത്തെ ലോക്കൽ നിയമം എന്താണെന്ന് അറിയത്തില്ല. അതിങ്ങനെ മാസം മാറിക്കൊണ്ടിരിക്കുന്ന നിയമമല്ലേ, അറിയാൻ പാടില്ല. തീർന്ന് അവരെ കണ്ണിങ്ങനെ നിറയും. തീർന്നില്ല, ഇറങ്ങിപ്പോരണ്ടേ. ഇറങ്ങിപ്പോരാൻ നേരത്ത് ഡോക്ടർ ചോദിക്കും, നീ സീംസ് ബി സോ പെർപ്ലസ്ഡ്, നീ വല്ലാതെ ഇരിക്കണില്ല എന്ന് ചോദിക്കും. അപ്പോൾ കാര്യം ഔട്ടായല്ല. ഔട്ടായി കഴിഞ്ഞപ്പോൾ പറയും, എന്നിട്ട് ഈ ഒരു ഡോക്ടർ പറയും, നിനക്ക് ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇപ്പം ഇല്ലെന്നേ ഉള്ളൂ, ഭാവിയിൽ നീ പഠിക്കുമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ എടുത്തിരിക്കണം എന്ന് പറയും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതിൽ ആപ്ലിക്കേഷൻസാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഒരു പ്രോജക്റ്റ് പ്രെയറാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾ എപ്പോഴും അപ്ഡേഷൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കണം.
ഇപ്പം ചില അപ്ഡേഷൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഴയ ധ്യാനങ്ങൾ കൂടണം. ഇവർ പലരും ധ്യാനം കൂടുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദയും അപമാനവുമാണ്. നിങ്ങളെ സഹായിക്കേണ്ട സമയത്ത് ദൈവം സഹായിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തോട് ചെയ്തിട്ടുള്ളതാണ് ചൊവ്വാഴ്ചയുള്ള ധ്യാനം കൂടിയേക്കുള്ളതാണ്. നിങ്ങളത് കൂടുന്നില്ലെങ്കിൽ എത്രയും വേഗം പഴയ ധ്യാനങ്ങളെല്ലാം എടുത്ത് കൂടിയിട്ട് കുടിശ്ശിക മാറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ കറക്റ്റായിട്ട് നിൽക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, പിതാവേ നന്ദി. യേശുവേ പിതാവേ മഹത്വം, മഹത്വം. മഹത്വം, മഹത്വം. പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Ave Maria. My name is Jacqueline Aloysius and I am coming from Kollam. I give thanks to Mother Mary and to Jesus for giving us this opportunity to come and say the testimonial for all the blessings and graces that we have received through the intercession of Kripasanam Mother Mary. I had taken this covenant for the first time on 12th July 2019. At that time I was in Qatar with my family and we came to know about Kripasanam through Kripasanam newsletter that we had received in our church at Qatar. My biggest concern or worry at that point of time was that my son Joshua, he was not able to speak clearly. He had speaking difficulty also at that time. He was just 4 years old. He was not able to speak even one word properly. So that is the main thing that pulled me to Kripasanam. And when we had visited Kerala at that time during our vacation, we visited Kripasanam and I took covenant and I had placed my son's intention in my covenant. And I have given testimony regarding his improvement earlier also. And this is the second time that we are getting this opportunity to tell testimony for Mother Mary. In my covenant journey, we have received many blessings and graces and healings through the powerful intercession of Kripasanam Mother Mary. And we are always grateful to Mother Mary for these blessings. And I will always be in this covenant for the rest of my life. We are really blessed to come here and receive all these blessings. And today I would like to share a few of the latest blessings that we have received. The first one that I would like to say is that I have got promoted as the cluster manager for skills and values education in India. I am working in a company called Talentees. And like earlier, I have done my work, but I have felt that none of them in the company have given me that due recognition for the work that I am doing. But then I had mentioned this promotion in the earlier covenant renewal. And at that time I thought I am asking to Mother Mary, so Mother Mary will definitely hear my prayer. And as a result of that, within 25 days of my renewal, I got this promotion, and that was a bigger surprise for me because I never expected that. And whenever I used to go for meetings and whenever I have done tasks, I have always carried our covenant locket with me. And whenever any task is being given to me, I always ask Mother Mary, please help me. Kripasanam Madave, please help me. I don't know what to do, where should I go, whom to contact, what to speak. And I used to tell this verse, Luke chapter 12, verse 12, like Holy Spirit will
speak for you, and that I used to keep memorizing in my mind, and all the meetings and all the tasks that I have undertaken went out really well and successful. And this is how Mother Mary has helped me get my due recognition at work and bless me with this new designation and increment in my salary. And the second blessing that I would like to share with you all today is regarding the healing of my daughter. She had asthmatic allergic issues for 1 year, and we had taken her to a doctor, and doctor had given her inhaler, and he asked her to use it continuously. We used it, but then we didn't see any improvement as such. She had to use it every day, twice and thrice, and then we stopped using it, though doctor had asked us to continue using this inhaler. And we started using the Holy Covenant oil, then blessed salt and honey throughout regularly. I used to give her that, and she used to put salt in lukewarm water, and she used to drink that. And I had also mentioned it in my covenant renewal, and as a result of that, by the intercession of Kripasana Madhava, she's got complete healing. Now she's not taking any inhaler, and she's totally healed. She can eat cold cold food items like ice cream or cold drinks. She doesn't have any difficulty that she had before. So we humbly thank, and we are really grateful to Mother Mary and to Jesus for this beautiful healing that we have got for our daughter. And the third blessing that I would like to say is, after coming from Qatar, we got relocated to Trivandrum, and for past 3 years we were staying in a rented flat. Mother Mary, she heard our prayer, and she blessed us with a new flat, which we are owning a new flat now. And during the initial phase of the construction, when I had visited the site, I had sprinkled Mother Mary's blessed salt, Kripasana Madhav's blessed salt in the flat during the initial phase. And a result of that, during the housewarming ceremony, we were really surprised to see how the flat has come out. It did come out really well. Mother Mary has designed the flat so very nicely for us. It's very beautiful, and we always feel her presence with us in the new flat. And the other blessing that I would like to say is, when my father was hospitalized in Qatar, I personally felt Mother Mary's presence I got Mother Mary's presence by the smell of jasmine. My daughter was there with me, my father was there with me in the hospital, but both of them, they didn't get that smell. I had got that smell, jasmine's smell, for a few duration of seconds. So I even have that opportunity to feel Mother Mary's presence through that smell. And again, I am very grateful to Mother Mary for that. When coming to my religious personal transformation, whenever any new challenges comes in life, I don't get shattered, because I am confident that Kripasana Madhav and Jesus is there with us. They will surely guide us, and they will surely give us a way where we should go, to whom we should contact. And whenever I am troubled with anyone or with anything in life, it is only rosary that keeps me grounded. So I am very thankful to Kripasana Madhav
and to Jesus for all the blessings, for all the graces and healings, and for the protection that we have received. And like once in every month, I would go for confession, and I would always regularly attend our Sunday Mass without fail. And I distribute Kripasanam newsletters to people. And I also regularly watch Daily Bread, Father Joseph's Daily Bread program in the morning, and I share that to my contacts. And I also distribute honey, blessed salt, and Kripasana Madhav's locket and keychain to all the people that I know. And we are really grateful to Mother Mary for this journey to Jesus, the way she has interfered in our life, and she has increased our faith and trust in the Almighty. Thank you, Jesus. Thank you, Mother Mary. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇതുപോലെ നിർത്തി സാക്ഷ്യം പറയിച്ചതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചിഞ്ചു, ഇതെൻ്റെ അമ്മ ബിന്ദു, എൻ്റെ ഹസ്ബൻഡാണ് അജിൻ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കല്യാണത്തിന് ശേഷം 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ടെസ്റ്റ് നടത്തിയതിൽ ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു, കൗണ്ട് തീരെയില്ലായിരുന്നു. ഞങ്ങൾ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. ആദ്യം അലോപ്പതി മരുന്നുകൾ കഴിച്ചു തുടങ്ങി. 3 മാസക്കാലം കണ്ടിന്യൂസ് കഴിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല, കൗണ്ട് കൂടുന്നേ ഇല്ലായിരുന്നു. അലോപ്പതി മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്ത് ആയുർവേദം ട്രൈ ചെയ്തു. ആയുർവേദം മരുന്നും ഇതുപോലെ തന്നെ 3-4 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കൗണ്ട് 0 കൗണ്ടായിരുന്നത് ഒന്നുപോലുമായി കൂടി വന്നിട്ടില്ലായിരുന്നു. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എൻ്റെ അമ്മ എന്നോട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയാണ് ആദ്യം കൃപാസനത്തെ പറ്റി പറയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മരുന്നുകൾ വർക്ക് ചെയ്യുമെന്നും മരുന്നുകൾ കഴിക്കുന്നത് വഴി കുഞ്ഞുണ്ടാവുമെന്നും വിചാരിച്ച് അന്നേരം കൃപാസനത്തിൽ വരികയും ചെയ്തില്ല, ഉടമ്പടി എടുത്തതുമില്ല. എന്നാൽ മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലെന്നുള്ളത് കണ്ടപ്പോൾ മരുന്നുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി 90 ദിവസം ആകുന്നതിന് മുമ്പേ പ്രഗ്നൻ്റായി. ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് കണ്ടിരുന്നു. അകത്തും പുറത്തും ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. എല്ലാ സ്കാനിങ്ങിലും ഫൈബ്രോയിഡ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫൈബ്രോയിഡ്സ് വലുതാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഡെലിവറി സമയത്ത് ഒരു ഫൈബ്രോയിഡ് നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗർഭാശയത്തിൻ്റെ വായുഭാഗത്ത് കുഞ്ഞിറങ്ങി വരുന്ന വഴിയിലായിരുന്നു. അതുകൊണ്ട് നോർമൽ ഡെലിവറിക്ക് സാധ്യതയും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ആ വലിപ്പം ഉണ്ടായിരുന്ന മുഴ നീക്കം ചെയ്യുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 16 പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കുഞ്ഞിൻ്റെ പേര് ഇവാൻ എന്നാണ്. പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നർത്ഥം വരുന്ന ഇവാൻ എന്നുള്ള പേരാണ് കുഞ്ഞിന് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് 27 വർഷത്തോളം ഞാൻ 30 വർഷം കാത്തിരുന്നു. എൻ്റെ വീട് 30 വർഷം പഴക്കമുണ്ട്. എൻ്റെ വീടിന് 27 രൂപ കൊണ്ട് പഞ്ചായത്തിൻ്റെ ലോണ് 27 രൂപ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് എൻ്റേത്. 30 വർഷത്തോളം ഞാൻ കാത്തിരുന്നു ആ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി. എല്ലാവരും വന്ന് മെമ്പറായി കഴിയുമ്പോൾ എല്ലാവരും വന്ന് കയറി ഇറങ്ങി പോകും. എൻ്റെ വീടിനൊരു കുഴപ്പവുമില്ല. പക്ഷേ ചിതലരിച്ച് ജീർണിച്ച് താഴെ വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. 3 പെൺകുഞ്ഞുങ്ങളുമായി എൻ്റെ വീട്ടിനകത്ത് താമസിച്ചിരുന്നു. കുടയോടെയാണ് എൻ്റെ വീട്ടിനകത്ത് ഞാൻ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വീടിൻ്റെ പുനരുദ്ധാരണം ഞാൻ എഴുതി അമ്മ മാതാവിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥനയിലൂടെ കടന്നുപോയി. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴത്തേക്കും മെമ്പർ പറഞ്ഞു, ബിന്ദുവിന് വീടിന് അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് സാക്ഷിയായി കിടക്കുകയാണ്, ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ എനിക്ക് നിർവാഹം ഇപ്പോൾ ഒന്നുമില്ല.
ഞാൻ ഇങ്ങനെ മുണ്ടക്കയത്തിന് പോകാനായിട്ട് വണ്ടിയെ കയറാനായിട്ട് റോഡിൽ കയറി നിൽക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഇട്ടിച്ചൊരു വണ്ടി എൻ്റെ മുന്നിൽ വന്ന് നിർത്തി. അപ്പോൾ ഞാൻ ഓർത്തു എന്നെ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനായിരിക്കും നിർത്തിയെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് ചാടി കയറാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനല്ല, വീടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാര്യം എങ്ങനെയാണ്, ബിന്ദു വയ്ക്കുന്നില്ലെങ്കിൽ അടുത്ത ആളിന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പറയാൻ ഒരു മാർഗവുമില്ല, ഞാൻ മുണ്ടക്കയത്തിന് പോയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വൈകിട്ട് വിളിച്ച് പറയാം, നിവൃത്തിയില്ലെങ്കിൽ ഞാൻ വെക്കുന്നില്ല, അടുത്ത ആളിന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറയാമെന്ന് കരുതി ഞാൻ ബാങ്കിൽ എൻ്റെ ചെറിയ പണയത്തിന് പലിശ അടയ്ക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. അപ്പോൾ ഞാൻ ചീട്ട് കാണിച്ചപ്പോൾ എന്നോട് പണയത്തിലിരിക്കുന്ന ആൾ പറഞ്ഞു, ചേച്ചിക്ക് ഇതിനകത്തുനിന്ന് ഒരു 60,000 രൂപ കൂടി അങ്ങോട്ട് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, ഇത് കിട്ടിയാൽ എൻ്റെ വീട് പുനരുദ്ധാരണം ചെയ്യാൻ പറ്റും. ഞാൻ അതും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു മെമ്പറോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച എൻ്റെ നിയോഗം ഓരോന്നായി എനിക്ക് സാക്ഷാത്കരിക്കാൻ തുടങ്ങിയതായി എൻ്റെ മനസ്സിലേക്ക് കുളിര് കോരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇന്നെൻ്റെ വീട് പൂർണ്ണമായും സ്വർഗമായി മാറി. ഇന്നെൻ്റെ വീടിൻ്റെ ശോചനാവസ്ഥയെല്ലാം മാറി. എൻ്റെ വീടിന് പുനർജന്മം നൽകി. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായി, കരച്ചിലായി, ബഹളമായി, എല്ലാം ഒരു നിയോഗം പോലെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. 3 പെൺകുഞ്ഞുങ്ങളുടെ മാതാവായി എന്നെ നാട്ടുകാരൊക്കെ കളിയാക്കുമായിരുന്നു. എൻ്റെ ഭർത്താവിന് വലിയ ആരോഗ്യമോ വലിയ കഴിവോ ഒന്നുമില്ല. അങ്ങാർക്ക് കിട്ടുന്ന തുച്ഛമായൊരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിരുന്നതും. ഞാൻ കൂലിവേലയ്ക്ക് പോകും. ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും. എൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഒത്തിരിയേറെ സങ്കടങ്ങളോടെയാണ് ഞാൻ ഈ സാക്ഷി ഇന്ന് ഇവിടെ നിന്ന് ഈ മാതാവിൻ്റെ അൾത്താരിൽ നിന്ന് എന്നെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനുമാണ്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി സ്തുതികളും സ്തോത്രങ്ങളും ഞാൻ അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്ന പത്രം എല്ലാ വീടുകളിലൂടെയും കയറി ഇറങ്ങി ആശുപത്രികളിലുമെല്ലാം ഞങ്ങൾ കൊടുത്ത് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം പറയുകയുണ്ടായി. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയത്തിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇനിയും ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അച്ഛൻ്റെ സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിൽ വരുന്നത് കാണുമായിരുന്നു. ഡെയിലി ഇവരുടെ പ്രാർത്ഥന കൂടുമായിരുന്നു. പത്രങ്ങൾ കിട്ടുന്നത് ഞങ്ങൾ ആശുപത്രികളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വീടുകൾ കയറി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും വീടുകളിൽ കയറി ഇറങ്ങി ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഒരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ച സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.